ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് കേൾക്കുമ്പോൾ ആരും ഒന്ന് വിശ്വസിച്ചു പോകും. വിശേഷിച്ചും സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വന്നത് പ്രഖ്യാപിക്കുമ്പോൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഗൾഫിലെ ഈ തന്ത്രപ്രധാന സമുദ്രപാതയിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വീരവാദങ്ങളെല്ലാം വെറും തള്ളായി മാറുന്ന കാഴ്ചയാണ് ഹോർമൂസിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ അമേരിക്കയുടെ ഭീഷണികളെയെല്ലാം കാറ്റിൽ പറത്തി ലോകരാജ്യങ്ങളുടെ വ്യാപാര പാതയിൽ ഇറാൻ കൂടുതൽ പിടിമുറുക്കുകയാണ്. അമേരിക്കൻ സൈനിക ആക്രമണത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് ഒരിക്കലും തുറക്കാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങളുടെ സായുധ സേന ഒട്ടും വഴങ്ങാൻ പോകുന്നില്ലെന്ന് ഇറാനിയൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമീനിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്ന അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ എത്രത്തോളം വഷളായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് വ്യോമയാന മേഖലയിൽ നിന്നാണ് വരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെയോ ഒമാൻ ഉൾക്കടലിന് മുകളിലൂടെയോ വാഹനങ്ങൾ പറത്തരുതെന്ന് യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഗൾഫിനെ വീണ്ടും ഈ യുദ്ധമുനമ്പിൽ എത്തിച്ചത്. ഇടക്കാല വെടിനിർത്തൽ അടിസ്ഥാനമാക്കിയുള്ള ധാരണാപത്രം റദ്ദാക്കിയെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് 20% ട്രാൻസിറ്റ് ഫ്രീ ഏർപ്പെടുത്തുമെന്നും അതുവഴി പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ അമേരിക്ക നേരിട്ട് ഉറപ്പാക്കുമെന്നും ഒക്കെ അവകാശപ്പെട്ടിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം സ്വന്തം സ്വത്തല്ല. അതൊരു അന്താരാഷ്ട്ര സമുദ്രപാതയാണ്. അവിടെ ആധിപത്യം സ്ഥാപിക്കാനോ ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനോ അമേരിക്ക ആയാലും ഇറാൻ ആയാലും യാതൊരു നിയമപരമായിട്ടുള്ള അവകാശവുമില്ല. ഹോർമൂസിലെ സുരക്ഷ തങ്ങളുടെ കയ്യിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വലിയ വായിൽ അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യത്തിൽ ഇറാൻ അവിടെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് പിടിമുറുക്കുന്നത് തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ സംഭവങ്ങൾ തുറന്നു കാട്ടുന്നത്. ലോക പോലീസ് അയച്ചമയുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ അന്താരാഷ്ട്ര ജലപാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ഇറാൻ ധൈര്യം കാണിക്കുന്നു. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങളുടെ മുഴുവൻ അവകാശമായിട്ടുള്ള ഒരു നിർണായക സമുദ്രപാതയിൽ ഇപ്പോൾ ആർക്കും നിയന്ത്രണമില്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങൾ കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ അതൊരു വലിയ പരാജയമായി മാറുകയാണ്. ഇരുകൂട്ടരും തമ്മിലുള്ള ഈ നിയമവിരുദ്ധമായിട്ടുള്ള വടംവലി ലോകത്തിന്റെ മൊത്തം വ്യാപാര വ്യോമയാന മേഖലകൾക്കാണ് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നത്. ഗൾഫ് മേഖല വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലാണെന്ന വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണ് അമേരിക്കയുടെ ഈ പരാജയവും ഇറാന്റെ കടന്നുകയറ്റവും നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.